ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എന്തായാലും ഭർത്താവിൻ്റെ ധൈര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. കാരണം ഭാര്യ ജോലിക്ക് പോയ സമയത്ത് വീട്ടിലേക്ക് തൻ്റെ കാമുകിയെ വിളിച്ചു കൊണ്ടുവരണമെങ്കിൽ അത് ചില്ലറ ധൈര്യമൊന്നും പോരാ. എന്തായാലും അവസാനം പണി കിട്ടി എന്ന് പറഞ്ഞാൽ മതി. വിശ്വാസവഞ്ചന നമ്മൾ കാണിക്കരുത്. അത് ഭർത്താവിനോടായാലും ഭാര്യയോടായാലും അതൊരുമാതിരി നാറിയ പരിപാടിയാണ്. കല്യാണത്തിന് ശേഷമാട്ടോ ഞാൻ പറയുന്നത്. മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു എന്നല്ല, ശേഷം നിങ്ങൾ മാന്യമായിട്ട് കുടുംബജീവിതം നയിക്കുക തന്നെ വേണം. നമുക്ക് വീഡിയോ കാണാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊന്ന് കണ്ടു നോക്കുക. ഇത് ഭർത്താവാട്ടോ. ആ സോഫയിൽ നിവർന്ന് ചെരിഞ്ഞ് കിടക്കുന്നത് ഭർത്താവാണ്. ഇത് ഭാര്യയാണ്. ഭാര്യ ബാഗൊക്കെ ഇട്ട് ജോലിക്ക് പോവാണെന്ന് തോന്നിട്ടോ. ഇനിയിപ്പോൾ ഷോപ്പിങ്ങിനാണോ എന്നും അറിയില്ല. എന്തായാലും പോകുന്ന സമയത്തുള്ള സ്നേഹപ്രകടനമാണ് സുഹൃത്തുക്കൾ അതിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹഗ് ചെയ്യുന്നുണ്ട്, ടേക്ക് കെയറായി നിൽക്കാൻ പറയുന്നുണ്ട്, ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, പോയിട്ട് കഴിക്കണം. എന്തൊക്കെ അഡ്വൈസാണ് കൊടുക്കുന്നത്. ഭയങ്കര കെയറിങ് ആണ്. പക്ഷേ ഭർത്താവിൻ്റെ പരിപാടി മറ്റു പലതുമാണ്. അയാൾ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുകയാണ്, ഭാര്യ പോയോ. എന്ത് ഭാര്യ അല്ലേ? പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം തന്നെ മൊബൈൽ ഫോൺ എടുക്കുന്നു, എന്നിട്ട് വിളിക്കുന്നു. ആരെയാന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. മുൻ കാമുകിയെയാണ് വിളിക്കുന്നത്. ആ കുട്ടിയും വിവാഹം കഴിച്ചതാണ്. ആ കുട്ടി ഭർത്താവിനെയാണ് ചതിക്കുന്നത്. അപ്പോൾ ഒരേ സമയത്ത് ഭർത്താവിനെയും ഭാര്യയെയും ചതിച്ചുകൊണ്ടുള്ള ഒരു ബന്ധമാണ് ഈ കല്യാണത്തിന് ശേഷമുള്ള ബന്ധം ഉണ്ടാകുന്നത്. അതാണ് വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത്. കുടുംബജീവിതം തകരാൻ തന്നെ കാരണം അതാണ്. അപ്പോൾ കല്യാണത്തിന് ശേഷം നിങ്ങൾ വീട്ടിൽ ഒഴിവാക്കുക, അത്രേ പറയാനുള്ളൂ. നോക്കുക, നമ്മുടെ നായകി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കാമുകി ഒരവസരം കിട്ടിയതുപോലെ വിളിച്ച ഉടനെ തന്നെ വണ്ടിയുമായിട്ട് റൂമിലേക്ക് വരുന്നു. ഒരു പരസ്പരം ഹൃദയം കൈമാറുകയാണ് സുഹൃത്തുക്കളെ. സംസാരിക്കുന്നുണ്ട്. എന്താ ചെയ്യുക? ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്ത് ഗുണമാണ് ലഭിക്കുന്നത് എന്ന് നോക്കുക. അയാൾക്ക് കിട്ടിയ പണി എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കുക. സ്വന്തം ഭാര്യ ജോലിക്ക് പോയ സമയത്ത് കാമുകിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ഭർത്താവിനെ സ്വന്തം മകള് കയ്യോടെ പിടിക്കുകയാണ്. സ്വന്തം മകള് കയ്യോടെ പിടിച്ചാൽ ആ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കുക. മകള് ക്ലാസ് കഴിഞ്ഞ് എനിക്കൊന്ന് പെട്ടെന്ന് സ്കൂൾ വിട്ടതാണെന്ന് അറിയില്ല. എന്തായാലും റൂമിലേക്ക് വന്ന സമയത്ത് വാതിൽ തുറന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ എവിടെ അല്ലെങ്കിൽ അമ്മ എവിടെ എന്ന് മക്കൾ അന്വേഷിക്കും. അപ്പോൾ നോക്കുക, അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫുൾ പ്രൈവസിയോട് കൂടിയിട്ട് കലാപരിപാടികൾ നടത്തുന്ന സമയത്താണ് സ്വന്തം മകൾ കാണേണ്ട ഒരവസ്ഥ. വല്ലാത്തൊരു മാനസികാവസ്ഥ, വല്ലാത്തൊരു സാഹചര്യം എനിക്ക് ഉണ്ടാവും. സ്വന്തം മോള് കാണുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും. കുട്ടി അന്തം വിടാണ്. ചെറിയ മോളാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ അച്ഛൻ വേറൊരു സ്ത്രീയുമായിട്ട് ഇത്തരം കലാപരിപാടികൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി ചെയ്ത പരിപാടി അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോ തന്നെ എടുത്തേക്കാം, ഒരു തെളിവ് വേണമല്ലോ. വീഡിയോ തന്നെ എടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തു. കുട്ടി എന്നിട്ട് പോയിട്ടോ. കുട്ടിക്ക് ആ ഷോക്കിൽ നിന്ന് മാറാൻ സാധിക്കുന്നില്ല, റിക്കവർ ആകാൻ സാധിക്കുന്നില്ല. കാരണം എന്താ ചെയ്യുക? എന്തായാലും ചെയ്യാതിരിക്കുക. വല്ലാത്ത ഒരവസ്ഥയാണ്. ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റു വീഡിയോ മാറ്റി കാണാം. ബൈ.